ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇതൊരു ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ഓവനില്ലാതെയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഈസി ആയിട്ടുള്ളൊരു പിസ്സ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അതൊരു പിസ്സ ഡോ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് കവർ ചെയ്ത് വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്നിച്ച് ഒഴിക്കേണ്ട, ആദ്യം പകുതി ഒഴിച്ചിട്ട് ബാക്കി പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈസ്റ്റ് ചേർത്ത് 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 മണിക്കൂറോളം ഇത് കവർ ചെയ്ത് വെക്കണം. ഇനി പിസ്സക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിൽ 1 ക്യാരറ്റും 2 ടൊമാറ്റോ 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 വിസിലിട്ടെടുക്കാം. ഇത് തണുത്തതിന് ശേഷം ടൊമാറ്റോൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. വേവിക്കുമ്പോൾ ഇട്ട വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ നമ്മൾ അരച്ചെടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ചിക്കൻ ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സാക്കി മാറ്റി വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കാം. ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ബേസ് റെഡിയാക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച പിസ്സ ഡോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. 2 മണിക്കൂറാകുമ്പോൾ നന്നായി പൊങ്ങി വരുന്നുണ്ട്. ഇതിൽ 2 പിസ്സ റെഡിയാക്കി എടുക്കാം. ഫ്രൈങ് പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ചൂടാക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാനാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സോസ് ഇട്ട് പിസ്സ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് നാൾ സൂക്ഷിക്കാനും പറ്റും, കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ട്. ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, 1 സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം.
അതിന് മുകളിലായി ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കുറച്ച് ഒലിവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ടോപ്പിംഗ് ചെയ്യാം. ചിക്കൻ ഇട്ടതിന് ശേഷം അതിന് മുകളിലായി ഒന്നും കൂടി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഓവൻ ഒരു 170 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് 180 ഒരു 20 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു ഫ്രൈങ് പാനിൽ ആദ്യം ബേസ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. പിസ്സ സെറ്റാക്കി എടുക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എല്ലാം റെഡിയായ പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം. ഇത് പിസ്സ ഒക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുക്കാം. നല്ലൊരു കട്ടിയുള്ള ഫ്രൈങ് പാനിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെക്കണം. ഒരു ചെറിയ തീയിൽ 15 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ പിസ്സ റെഡിയായി വരുന്നുണ്ട്. ഇല്ലെങ്കിൽ അടിയിലൊരു പഴയ ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലമർത്തി ഓൾ അമർത്താൻ മറക്കരുത്. ബൈ, താങ്ക് യു.